അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീട്
ഓട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ, ഞാൻ അർപ്പിക്കാൻ പോകുന്ന കുർബാനയുടെ ശക്തിയാൽ ആ മക്കളെ എല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് അവരുടെ ഭീഷണി ഓർത്ത് ഞെരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, അകപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ, കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങനെ ഭയപ്പെടുന്നവരുടെ മേൽ മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ നീലമേലങ്കി ചുറ്റുന്നു. അവരെ മാതാവിൻ്റെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, let fire fingers soak with the precious blood. Lord, and peace, Spirit of power and grace. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ദൈവാനുഭവങ്ങളും പുതിയ പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ടണസ് ആകത്തില്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലൈഫ് മൊണോട്ടണസ് ആയിരിക്കും, ചിലർക്ക് ബോറടിക്കത്തില്ലേ. കാരണം ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറുന്നത് ബോറായിരിക്കും. നമ്മൾ എത്ര വലിയ ഒരു ആൾക്കാരായാലും, ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു, പഞ്ചാബിയായിരുന്നു. അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കണ കാലത്ത്. അതിങ്ങനെ തറപ്പടിട്ട് മൂടി അറിയത്തില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത്. അത്രയ്ക്ക് സമ്പന്നനായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? ബോറ്. ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡൊമിനിക് ലാപ്പിയൻ്റെ പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പേർഷ്യയിൽ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കണത്. മാറിയില്ല, നടന്ന കാര്യമാണ്, ചരിത്രമാണത്. ബോറ് മാറാത്തൊരു സാധനമാണത്. പക്ഷേ ദൈവം ആണ് ശരിക്കും ബോറ് മാറ്റാൻ ഏറ്റവും നല്ല ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ചിന്ത പുതുക്കും, അഭിരുചികൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല, സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ ആശയ സംവേദനങ്ങളും അത് നമ്മളിലുണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതായത് സിറ്റുവേഷണൽ അനോയിൻറ്റിങ് എന്ന് പറയും. ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സ്നേഹിക്കണില്ലേ ശരിക്കും? അതെന്താ കാര്യം? വയസ്സന്മാർ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നവരുണ്ട്. അതെന്താ കാര്യം? അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ. അവർക്ക് പുതിയൊരു അഭിഷേകം കിട്ടിയിരിക്കുന്നതാണത്, പുതിയൊരു അഭിഷേകം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകണില്ലേ? ഈ പറഞ്ഞെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഈ വാർദ്ധക്യം എന്ന് പറയണ പോലും ഒരു സങ്കല്പം മാത്രമാണ്. അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയണത്. എന്താണ്? 75 വയസ്സായാലും ചില വൈഫ് ഹസ്ബൻഡും ഒക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട്. അതൊരു പുതിയൊരു അനുഭൂതി, അഭിഷേകം കിട്ടിയിരിക്കണം, പുതിയ അഭിഷേകം. ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവൈവ് ചെയ്യാനും ബോറ് മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതിനാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. വയസ്സ് ചിലപ്പോൾ 90 ഉണ്ടാകാം, പക്ഷേ അഭിഷേകം ചിലപ്പോൾ 19 വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും. വയസ്സ്. അപ്പോൾ ഇതിന് എൻ്റെ മക്കളെ എന്തിന് നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ
ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നിഷ്മ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ ആദ്യമായിട്ട് അമ്മാതാവിൻ്റെ തിരുസന്നിധി സാക്ഷ്യം പറഞ്ഞത്. അതെൻ്റെ ഒരു ജോലിയുടെ സംബന്ധമായിട്ടും എക്സാമിൻ്റെ സാക്ഷ്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലോട്ട് ജോലി ചെയ്യാൻ പോയി. അവിടെ ആയിരുന്നപ്പം പോലും അവിടെ ഒരു അമ്മമാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. ആ രൂപത്തിൻ്റെ അടിയിൽ കൃപാസന അമ്മയുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അവിടെ എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തന്നെ ആവേണ്ട വന്നു. പക്ഷേ അവിടെ ആയിരുന്നപ്പം പോലും എൻ്റെ അമ്മമാതാവ് ഈശോ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ അവിടെ ആയിരുന്നപ്പം എൻ്റെ 7 മാസം ഞാൻ അവിടെ തന്നെ ഡൽഹിയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മമാതാവ് ഈശോനെ അതുപോലെ എന്നെ സംരക്ഷിച്ചു. യാതൊരു ആപത്തും കൂടാതെ എന്നെ അവിടെ കാതു പാലിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു, സൗദിയിലോട്ട്. അപ്പം എനിക്ക് സൗദിയിലോട്ട് നോക്കുമ്പോൾ ആദ്യമേ ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച സമയത്ത് അങ്ങ് പൈസയൊന്നും ആവുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ഉടമ്പടിയുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടും ഇതിൻ്റെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് OET എഴുതണമെങ്കിൽ ഞാൻ പൈസ തരാം, അങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ OET എഴുതുന്നില്ല, എനിക്ക് സൗദിയുടെ പ്രോമെട്രിക്കിൻ്റെ ഇത് നോക്കാനായിട്ട് എനിക്ക് ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പൈസ ഒന്ന് തരാൻ പറ്റുമോ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോൾ തന്നെ അവൾ എനിക്ക് പൈസ തന്നു. അങ്ങനെ ഞാൻ എന്നാണോ എനിക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് പൈസ കൊടുക്കാനായിട്ട് ഇരുന്ന് അന്ന് തന്നെ എനിക്ക് ഡേറ്റ ഫ്ലോയ്ക്ക് കൊടുക്കാനും പറ്റി. അത് കഴിഞ്ഞ് തടസ്സങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് കിട്ടാനും. പക്ഷേ പല തടസ്സങ്ങളിൽ കൂടെ പോയാലും എൻ്റെ ലാസ്റ്റ് എനിക്ക് റെഡിയാക്കി അമ്മമാതാവ് തരാറുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ എലിജിബിലിറ്റിയും HRDയും എല്ലാം കൊടുത്തപ്പം പോലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇതിന് HRD കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഏജൻസിക്ക് കൊടുത്തിട്ടൊന്നും നമ്മൾ ഏജൻസിക്കാർ പല സമയത്ത് റിപ്ലൈ തരുന്നില്ല. അപ്പം നമ്മൾ ഡൽഹിയിലായിരുന്നോട് ഞാൻ തന്നെ ആയിരുന്നോട് എനിക്ക് നല്ല പേടിയായിരുന്നു, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിഗ്രി ഇതെല്ലാം പോവോ. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഡെയിലി ബ്രെഡൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഒരു ഡെയിലി റുട്ടീൻ പോലെ ആയിരുന്നു. ഞാൻ പോകുന്നിടത്ത് സമയത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇച്ചിരി താമസിച്ചാണെങ്കിലും എനിക്കിതെല്ലാം റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് നോക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അധികം വൈകാതെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതും സെലക്ഷനായി. അത് കഴിഞ്ഞ് എനിക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എക്സാം പാസ്സായാലേ നടക്കത്തുള്ളൂ. അപ്പം ഞാൻ ഡൽഹിയിലായിരുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അവിടെ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നു. അപ്പം ഒരു വർഷത്തെ ഗ്യാപ്പ് ആ സമയത്ത് തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ അമ്മാതാവിനെ ഈശോയും കൂടെ വിളിച്ചുകൊണ്ട് തന്നെ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നിട്ട് 1 മാസമേ ഞാൻ ആ എക്സാമിന് പ്രോമെട്രിക്ക് എഴുതാനായിട്ട് ഞാൻ പഠിച്ചുള്ളൂ. അതും ഞാൻ മൊത്തത്തോടെ ഒന്നും പഠിച്ചൊന്നുമില്ല. ഇനി ഇഷ്ടം പോലെ പഠിക്കാനും ഉണ്ടായിരുന്നു. ഞാനൊരു ഡേറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്ത് കണ്ടിട്ട് ഡേറ്റ് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ 1 മാസമേ എനിക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. എക്സാമിന് പ്രാർത്ഥിച്ച് പോയി. എക്സാമിന് തലേദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് ഡേറ്റ് എടുത്തത്. അപ്പം ഞാൻ തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പം ഞാൻ അവിടെ ചെല്ലുന്നതിന് മുന്നേ ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് അമ്മമാതാവിൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ എനിക്ക് കാണിച്ചു തരണമെന്ന്. ഞാൻ പോയി. അവിടെ എൻ്റെ ആൻറ്റി എന്നെ അവിടെ കൊണ്ട് വിട്ടത്. അത് ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ തലേദിവസം ചെന്ന് താമസിച്ച് അവിടെ ഏതോ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്തെ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് ഉടമ്പടി പുസ്തകവും ഇതെല്ലാം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അത് കഴിയുമ്പോഴത്തേനും എൻ്റെ കാശുരൂപ എൻ്റെ കൊന്തയിൽ കിടക്കുന്നതൊക്കെ ആ മോള് കണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് ആ കൊച്ചെന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട് അവളുടെ കയ്യിലുള്ള ഉടമ്പടി പുസ്തകവും കാശുരൂപ എനിക്ക് ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു തന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മമാതാവ് എൻ്റെ കൂടെ ഞാൻ പോകാത്ത സ്ഥലത്താണെങ്കിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എക്സാമിന് പോയി. ഒരു തടസ്സവും കൂടാതെ എന്നെ എക്സാം സെൻറ്ററിൽ എത്തിച്ചു. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണ് ട്രിവാൻഡ്രം. ഞാൻ ഇതുവരെ ട്രിവാൻഡ്രത്ത് പോയിട്ടുമില്ല. പക്ഷേ യാതൊരു തടസ്സവും അവിടെ ഉണ്ടായിരുന്നില്ല. എക്സാം സെൻറ്ററിലോട്ട് കയറുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ഉടമ്പടി ഉപ്പും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച്
അകത്തോട്ട് കയറി. അവർ ഉടമ്പടി ഉപ്പ് അകത്തോട്ട് കയറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അകത്തോട്ട് കയറി. അവർ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കൊണ്ട് നമുക്ക് കാശുരൂപം പോലും കൈ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അത് കാശുരൂപം ഞാൻ കൊന്തയിൽ ഇട്ടിട്ടാണ് അകത്ത് കയറിയത്. എന്നിട്ട് ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് എക്സാം തുടങ്ങി. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ല, ആൻസർ എനിക്കറിയത്തില്ല, അമ്മ മാതാവിനറിയാം, എനിക്കിത് ജയിക്കാനുള്ള മാർക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം ഇനി എൻ്റെ പൈസയോ ഒന്നുമില്ല, ഇനി എനിക്ക് എക്സാം എഴുതാനായിട്ട് ഇങ്ങോട്ട് എന്നെ കയറ്റില്ലെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അത് കഴിഞ്ഞ് എക്സാം എഴുതി. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുമ്പോഴോടും എനിക്കറിയത്തില്ല, കാരണം എല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്കിതിന് ആൻസർ പല ഓപ്ഷൻ കാണുമ്പോൾ ഇതാണോ ശരി അതാണോ ശരി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. പിന്നെ ഞാൻ തന്നെ അമ്മാതാൻ്റെ കാശുരൂപം ആ എല്ലാ മൊത്തം ക്വസ്റ്റ്യൻ്റെയും സമയത്തും എൻ്റെ ഒരു കയ്യിൽ കാശുരൂപം എൻ്റെ പിടിച്ചാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങി ലിഫ്റ്റിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പം ഒരു ചേച്ചി ഖത്തറിൻ്റെ എക്സാം കഴിഞ്ഞ് പാസ്സായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കോട്ടയത്തോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരാൾ, ഞാൻ തന്നെ വരാനായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ എൻ്റെ അമ്മാതാൻ്റെ രൂപത്തിൽ ചേച്ചി അമ്മമാതാവ് ആ ചേച്ചിയുടെ രൂപത്തിൽ വന്നാന്ന് എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, ഇങ്ങോട്ട് അടുത്ത് വന്ന്. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ചേച്ചി എൻ്റെ ഈ കാശുരൂപം കണ്ടിട്ട് എന്നോട് ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കി. എന്നിട്ട് ആ ചേച്ചിയുടെ കരുത്തിൽ കൊന്തയിലും കാശുരൂപം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മാതാവ് തന്നെ എൻ്റെ കൂടെ. ഞാൻ എവിടെ പോയാലും എവിടെ പോയാലും എൻ്റെ മാതാവിൻ്റെ സംരക്ഷണം എന്നെ എപ്പോഴും എന്നെ കാത്തു പാലിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ടിന് ഓരോ ദിവസം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് റിസൾട്ട് വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിന്ന് ഒരു 14ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചുമ്മാ തോന്നി ഒരു നന്മ 1000 മണി ജപമാല ഒന്ന് ചെല്ലാവും, നന്മ പറയുമ്പോൾ ഒന്ന് ചെല്ലാവുമെന്ന് എനിക്കെന്തോ തോന്നി. ഞാൻ പ്രാർത്ഥിച്ച്, അതിൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ച് ഈ ജപമാല തീരുന്നതിന് മുന്നെയെങ്കിലും എൻ്റെ റിസൾട്ട് ഒന്ന് വരണമെന്ന് ഞാൻ ജസ്റ്റ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. ഒരു 980ാമത്തെ നന്മ പറയുമ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തോ അപ്പോൾ ഉണ്ടായെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഒരുപാട് എന്തോ ഒരു ദൈവസാന്നിധ്യം എനിക്ക് ഞാൻ ഇരുന്ന റൂമിൽ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കിയുള്ള നന്മ പറയുകയും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലി ബൈബിൾ വായിച്ച് ബൈബിൾ വായിച്ചപ്പോഴെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ റിസൾട്ട് ഉടമ്പടി തൈലമൊക്കെ വെച്ച് ഫോണിൽ വെച്ച് പ്രാർത്ഥിച്ച് തേച്ച് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് 518 മാർക്ക്, 500 മാർക്കായിരുന്നു പാസ് മാർക്ക് വേണ്ടിയിരുന്നത്. എനിക്ക് 518. അതെനിക്ക് ഉറപ്പാണ്. അതെൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ഇതുകൊണ്ടോ എനിക്ക് കിട്ടിയതല്ല. അത് അച്ഛനൊക്കെ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതിൽ തന്നെ എനിക്ക് കിട്ടിയതാണ്. കാരണം എൻ്റെ കഴിവോട് അത് കിട്ടത്തില്ല. ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന അത്ര ഞാൻ ആ ദിവസം മാസം മൊത്തം ഇരുന്ന് പഠിക്കുകയൊന്നും അല്ലായിരുന്നു. പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ മാതാവ് ഈശോയും കാണുന്നുണ്ട്. അപ്പം ഒന്നാമത് എൻ്റെ കയ്യിൽ ഇത്ര ഒരു വർഷത്തെ ഗ്യാപ്പ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എനിക്കിനി തരാനായിട്ട് പൈസ ആരും തരാനുമില്ല. ഇപ്പം ഇതെല്ലാം നമ്മുടെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാവ് ഈശോയും ഞാൻ ഓഗസ്റ്റ് 1 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഓഗസ്റ്റ് 8 എക്സാമിന് ഞാൻ പോയത്. ഓഗസ്റ്റ് 8 വന്നപ്പം പോലും ഞാൻ അമ്മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ ഇനിയും വരുന്നത് എൻ്റെ വിസയും എൻ്റെ ടിക്കറ്റും കൊണ്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങോട്ട് പോയത്. അതുപോലെ തന്നെ എൻ്റെ എക്സാം റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് മെഡിക്കൽ രജിസ്ട്രേഷനും മെഡിക്കലിന് പോയപ്പം പോലും പല തടസ്സമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കിട്ടാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് മെഡിക്കൽ ചെയ്തതിൽ അവിടെ 2 പേർക്കോ 3 പേർക്കോ ആണ്ടേ മെഡിക്കൽ പാസ്സായുള്ളൂ. അപ്പോൾ എനിക്കും അതുപോലെ ടെൻഷനായി. ഇനി പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇനി അങ്ങനെ മെഡിക്കൽ ഫിറ്റ് ആവാതെ ഇരിക്കുമോ അങ്ങനെയൊക്കെ ഒത്തിരി പേടിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്നവരും കൂടെ പറഞ്ഞു ഇവിടെ മെഡിക്കൽ ഫിറ്റ് ആകാൻ ഭയങ്കര പാടായി. നമുക്ക് പിന്നെയും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മെഡിക്കലിന് ഇതെല്ലാം ടെസ്റ്റിനൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ റിസൾട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. 2:30 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു റിസൾട്ട് വന്നു. ഞാൻ അകത്ത് കയറി. അപ്പോഴും ഒരുപാട് ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആറായപ്പോഴത്തേക്കും
എന്നെ വിളിച്ച് മെഡിക്കൽ ഫിറ്റായെന്ന് പറഞ്ഞു. എത്ര നന്ദി മാതാവിന് ഈശോയോടും പറഞ്ഞെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. കാരണം എനിക്ക് ഇനി ഒരു മെഡിക്കൽ എടുക്കാനോ ഒന്നും എൻ്റെ കയ്യിൽ പൈസയില്ല. ഇനി മെഡിക്കൽ ഫിറ്റാവാതിന് വേറെ എന്തെങ്കിലും സ്കാനിങ്ങോ അങ്ങനെയൊന്നും എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവ് ഈശോയും എന്നെ മെഡിക്കലൊക്കെ എനിക്ക് ഫിറ്റാക്കി തന്ന് അത് കഴിഞ്ഞ് VFSും അതിൻ്റെ പല പ്രോസസ്സിങ്ങിലും എന്നെ തടസ്സമൊന്നും കൂടാതെ തന്നെ മാതാവ് കാത്തു. ഞാൻ ഉടമ്പടിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ എലിജിബിലിറ്റിയിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനെങ്ങനെയോ എന്തോ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം എൻ്റെ എലിജിബിലിറ്റിയിൽ എന്തോ കോൺടാക്ട് നമ്പർ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു. അപ്പം അത് വേറെ ആർക്കും അത് മനസ്സിലായില്ല. എനിക്കെന്തോ അത് തോന്നി. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അപ്പോൾ അത് തെറ്റായിട്ട് ചെയ്തവരുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെയും പൈസ മുടക്കേണ്ടതൊക്കെ വന്നു. അത് ആ പൈസയൊക്കെ പലരുടെയും സഹായം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അതെല്ലാം അമ്മാതാവ് ഈശോയുടെ ഇടപെടലാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഈ സൗദിയിൽ ഇതിനായിട്ട് ഇറങ്ങിയപ്പം പോലും ഒരു രൂപ പോലും കൈ കാണാതെയാണ്. പിന്നെ അമ്മ മാതാവ് ഈശോ എൻ്റെ കൂടെ കാണും. ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ട് എനിക്ക് എന്നെ ഇതുവരെ എത്തിച്ചത് ദൈവമാണെങ്കിൽ എന്നെ ഇനി സൗദിയുടെ ഇതുവരെ എനിക്ക് എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് സൗദിയിലോട്ട് പോകാനായിട്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് VFSും ബാക്കിയുള്ള വിസയ്ക്ക് വെച്ചപ്പോഴും എല്ലാം ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഓഗസ്റ്റ് 22 എൻ്റെ റിസൾട്ട് വന്നത്. സെപ്റ്റംബർ ഈ 29 ആയപ്പം എൻ്റെ വിസയും വന്നു, എൻ്റെ ടിക്കറ്റും വന്നു. ഞാനിപ്പോൾ ഒക്ടോബർ 6 ഞാൻ സൗദിയിലോട്ട് പോകും. അത് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് പോകാൻ പറ്റി. ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ അമ്മ പാസ്പോർട്ടും വിസയും എല്ലാം ആയിട്ട് ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പം നാളെ വൈകിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എല്ലാത്തിനും മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ടിരുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് എൻ്റെ കിട്ടുന്ന സാലറിക്കകത്തുനിന്ന് ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ടും അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്കല്ലാതെ ഫുഡ് കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട്. പിന്നെ അവിടെ പിള്ളേരൊക്കെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ പോകുമ്പോഴൊക്കെ ഫുഡ് വേണമെന്നൊക്കെ ഫുഡ് വാങ്ങിച്ചു തരാമോ ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും, വാങ്ങിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ച്. അപ്പം എൻ്റെ കയ്യിൽ ചിലപ്പം 50 രൂപയെല്ലാം കാണത്തുള്ളായിരിക്കും. പക്ഷേ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. കാരണം ഞാനും അതുപോലെയൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ആ ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിന് പത്രം പള്ളികളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ കൊടുക്കും. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പോലും എൻ്റെ പല പ്രതിസന്ധികളിലും ഈ കൊന്ത മാത്രമേ എനിക്ക് സഹായം ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയാലും കൊന്ത ചൊല്ലും. അതിപ്പം ആർക്കെന്ത് തോന്നിയാലും ഞാൻ നോക്കത്തില്ല. എനിക്ക് കൊന്ത ചൊല്ലണമെന്നൊന്നുമില്ല. അതിപ്പോൾ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ കൊന്ത ചൊല്ലും. അതിപ്പോൾ എത്ര കൊന്ത ചെല്ലുന്നോ അതൊന്നും ഞാൻ ഓർക്കാറില്ല. കാരണം ഞാൻ മെഡിക്കലിനും എന്തൊരു കാര്യത്തിന് പോയാലും ഞാൻ ഈ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് എവിടെയും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അതിപ്പോൾ എനിക്ക് ട്രെയിനിലൊന്നും എനിക്ക് നിൽക്കാൻ പോലും എനിക്ക് സ്ഥലം കാണത്തില്ല. പക്ഷെ ഞാൻ ഈ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പല സ്ഥലത്തും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ എല്ലാം എനിക്ക് അമ്മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ചില ഉടമ്പടിയിലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചില ഇടയ്ക്കൊക്കെ മുടക്കം വന്നെങ്കിൽ പോലും എൻ്റെ അമ്മാതാവ് ഈശോ എന്നെ കൈവിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനുള്ള തെളിവ് തന്നെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ വിസയും എൻ്റെ പാസ്പോർട്ടും. ഇനി മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരുപാട് നാളായി സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് സാധിക്കാത്തത് എൻ്റെ മക്കൾ ഇവിടെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് കിട്ടിയ സൗഖ്യങ്ങൾ പിന്നെ പറയാം. ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ രോഗസൗഖ്യവും പിന്നെ ഞാൻ രക്ഷപ്പെട്ട ഒരു 2 കാര്യങ്ങളുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു അക്രൈസ്തവയാണ്. എൻ്റെ പേര് ശാലിനി. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവാണ്. പിന്നെ 2023 മെയ് 12 ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 28 പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും
ഒരുപാടുണ്ട് അനുഗ്രഹങ്ങൾ. എന്നാലും പൂർണ്ണമായില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇനിയും എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണം വരെ എനിക്ക് ഉടമ്പടി നിലനിൽക്കാൻ, എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവും തരണമെന്നാണ്. ഒരിക്കൽ പോലും എനിക്കിവിടെ വരാതിരിക്കാൻ എനിക്ക് ഇനി ഈ ജന്മം കൊണ്ട് എനിക്ക് സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും അമ്മയെ ഈശോയെ അറിഞ്ഞ് ആഴത്തിൽ സ്നേഹിച്ച് ജീവിക്കുകയാണ്. ഈ വിശ്വാസത്തിൽ തന്നെ എന്നും എൻ്റെ മരണം വരെ എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. 2023 ഫെബ്രുവരി മാസം ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും, ഞങ്ങൾക്ക് പുഴയുണ്ട്, ഞങ്ങളുടെ പുഴ തീരത്താണ് ഞങ്ങളുടെ വീട്. പുഴ കടന്ന് ഞങ്ങളുടെ ഒരു ഉത്സവത്തിൻ്റെ അതിലേക്കായിട്ട് ഞങ്ങൾ പോകുമ്പോൾ പുഴയുടെ അക്കരെ എത്തി തോണി എനിക്ക് പിടിച്ച് തന്ന് പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. പിന്നെ ഭയങ്കര കറുപ്പായിട്ട് കാണും ആഴക്കൂടുതലുള്ളത് കൊണ്ട്. അവിടെ ഇറങ്ങാൻ നോക്കിയപ്പോൾ തോണി പിറകോട്ട് പോയി, ഞാൻ ബാക്കോട്ട് മറിഞ്ഞ് അങ്ങോട്ട് വീണ്. അത് ഉപ്പുവെള്ളം കയറുന്ന സമയമായിരുന്നു, കടൽ വെള്ളം കയറുന്ന സമയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഏതൊരു നീന്താൻ അറിയുന്ന ആളും വെള്ളത്തിൽ വീണാൽ ആഴത്തിൽ മുങ്ങിപ്പോയി പിന്നെ പൊങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ അതില്ലാതെ എന്നെ അമ്മ മാതാവ് നീന്തം അറിയുന്ന ഒരാൾ മലർന്ന് കിടന്ന് നീന്തുന്നത് പോലെ എന്നെ അമ്മ മാതാവ് കൊണ്ടു. ഞാൻ ആഴത്തിലേക്ക് പോകുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്, കിടന്നിട്ടായാലും മുങ്ങിയില്ലെങ്കിലും ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ മുഖത്തോ വായലോ ഒന്നും ഒരു തുള്ളി പോലും ഉപ്പുവെള്ളമായതായി എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും എന്നെ കരുതി, ഞാൻ നീന്തം അറിയുന്ന ഒരാളെ പോലെയാണ് ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് ദൂരം അങ്ങോട്ട് ബാക്കോട്ട് പിന്നിട്ടത്. അത് കഴിഞ്ഞ് എന്നിട്ടും എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തത് മുതൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഭയങ്കര ടെൻഷനും പേടിയുമുള്ള ആളാണ്. എനിക്ക് ആ ധൈര്യം എൻ്റെ ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു. വെള്ളത്തിൽ വീണ് ഞാൻ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്കൊരു പേടിയില്ല. ഞാൻ തോണി പിടിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, കുറച്ച് അകലത്തിൽ ഞാൻ അങ്ങോട്ട് ബാക്കോട്ട് പോയി. ഞാൻ മുങ്ങിയില്ല. പിന്നെ എന്നെ ആരാ പിടിച്ച് കരക്കിട്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. എൻ്റെ ഭർത്താവ് പറയും ഞാൻ പിടിച്ച് വലിച്ച് കരക്കിലേക്ക് ഇട്ടതാണെന്ന് പറഞ്ഞ്. എനിക്ക് നീന്തൽ തീരെ അറിയാത്ത ആളാണ്. എന്നിട്ടും എനിക്കിപ്പോഴും ഞാൻ പറയും, എപ്പോഴും ഞാൻ ആ കഥ ഓർക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അമ്മ മാതാവ് മാത്രമാണ് എന്നെ തൊട്ടത്, എന്നെ അല്ലാതെ വേറെ ഒരാളും തൊട്ടിട്ടില്ല, അല്ലാതെ ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളത്. ആരോട് ചോദിച്ചാലും പറയും, ഏത് നീന്തൽ അറിയുന്ന ആൾക്കാരും ഒന്ന് ആഴത്തിൽ പോയതിന് ശേഷമേ പൊങ്ങി വരുമോ എന്നുള്ളത്. ഞാനിത് തീരെ മുങ്ങിയിട്ടില്ല. എൻ്റെ മുങ്ങിയില്ല എന്നുള്ളത് ശുദ്ധജലമാണെങ്കിൽ നമുക്കത് അറിയില്ല എന്ന് വിചാരിക്കാം. ഇത് ഉപ്പുവെള്ളം ആയതുകൊണ്ട് ആ ഉപ്പുവെള്ളം എങ്ങനെയായാലും വായയിലെത്തും എന്നുള്ളത് അറിയാം. അത് തീരെ ഉപ്പിൻ്റെ യാതൊരു ഇതും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിൽ നിന്നെല്ലാം എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. പിന്നെ അതിന് ശേഷം ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ പുഴയിലൂടെ തന്നെ, ഞങ്ങൾക്ക് കൂടുതലും പുഴയിൽ കൂടെയാണ് ഞങ്ങൾ മറുകരയിലേക്ക് ഞങ്ങൾക്ക് സ്വന്തക്കാരൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഒരു സമയം ഉച്ച സമയം 2 മണി ആയിട്ടുണ്ട് വരുമ്പോൾ. ആ 2 മണിക്ക് സമയം വരുമ്പോൾ നല്ല കാറ്റും ഓളവും ഒക്കെ ഉണ്ടാവും. അത് സാധാരണ വരുമ്പം ഒരുവിധം നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഉണ്ടാവുക. അന്ന് ഭയങ്കരമായിട്ട് കടലോളം പോലെ ഓളം ഉയരത്തിലങ്ങ് പൊങ്ങിയിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും പേടിയായി. എൻ്റെ ഭർത്താവിന് മാത്രമേ നീന്താൻ അറിയൂ. എന്നാലും പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് തോണി ഇവിടെ കെട്ടിയിട്ട് നമുക്ക് നടന്ന് വേറെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. അത് ബുദ്ധിമുട്ടല്ലേ, പിന്നെ തോണി എടുക്കാൻ പിന്നെയും വരണ്ടേന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഒരിക്കലും അതിൽ കൂടെ ഒരാളും ധൈര്യപ്പെട്ട് വരില്ല. എന്നാലും ഞങ്ങൾ ആ തോണിയിൽ കയറി. ഞാൻ തോണിയിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഈശോയെ വിളിച്ചിട്ട് ഞാൻ കടലിനെ ശാന്തമാക്കിയ ഈശോപ്പ, ഞങ്ങൾ മറുകര എത്തുന്നത് വരെ ഈ തിര ഇനി ഉണ്ടാവരുത്, ഈ ഓളം ഇനി ഉണ്ടാവരുത് എന്ന് ഞാൻ മനസ്സൊരുക്കി ഞാൻ മറുകര എത്തുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ കയറിയതേ നിമിഷം ആ ഉയർന്ന ഓളം എവിടെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അപ്പനും അമ്മ മാതാവ് എപ്പോഴും ഞാൻ വിളിക്കുന്ന എൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് കഴിയുന്നവരോട് മുഴുവൻ ഞാനത് പറയും. പിന്നെ ഇന്ന് എൻ്റെ കുടുംബത്തിലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനും ഭാര്യയും ഇന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. അവരും ഉടമ്പടി എടുത്തതാണ്. പിന്നെ അതുപോലെ എനിക്ക് ഒരു അസുഖം ഇപ്പം 2-3 മാസം മുന്നേ വയ്യാണ്ടായി. അത് കാലിന് കുറച്ച് നീര് വന്ന്, അത് യാത്ര ചെയ്തതിൻ്റെ ഫലമായിട്ടാണെന്ന് വിചാരിച്ച് ഡോക്ടറെ കാണിച്ചു. അത്
ഒരു കുറവും ഉണ്ടായില്ല. പല ടെസ്റ്റുകളും സ്കാനും എല്ലാം ചെയ്ത് ഒരു പ്രശ്നമില്ല, ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നാലും നീര് വണ്ണം വെച്ച് എനിക്ക് വീട്ടിലെ ജോലി തന്നെ എടുക്കാൻ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇപ്പം വീട്ടിൽ തൽക്കാലം. എന്നാലും ഒരു ചായ കുടിച്ച പാത്രം പോലും കഴുകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്ന് ക്ഷീണിച്ച് അങ്ങനെ 1-2 മാസത്തോളം അങ്ങനെ ക്ഷീണിച്ച് വല്ലാതെ കിടന്നു തുടങ്ങി. ആ സമയത്ത് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വരേണ്ട സമയമായി. ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഒരു കുഴപ്പമില്ല, ടെൻഷൻ മാത്രമാണെന്ന് പറഞ്ഞ്. എനിക്കൊരു പ്രശ്നവും എനിക്കൊരു പേടിയും തോന്നിയില്ല. എനിക്ക് ഈ രോഗം കാല് വണ്ണം വെച്ച് വന്നതുകൊണ്ടോ ഒന്നുകൊണ്ട് എനിക്കൊരു ടെൻഷൻ തോന്നിയില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ആയി നടക്കും. എന്നെ കാണുന്നവർക്ക് ഭയങ്കര പേടിയാണ്, ഇവളെങ്ങാനും ജീവ് പോവോ എന്നുള്ളത് വരെ എല്ലാവരും വിചാരിച്ചു പോയി. അത്രയ്ക്കും വയ്യാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ ആയ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പം ഇനി ഡോക്ടർ എന്താ സ്കാൻ ചെയ്ത് കാലിൻ്റെ സ്കാനും TMT ടെസ്റ്റും പലതും ചെയ്തു. പിന്നെ ഒന്നിലും ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ നോക്കിയപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാൻ നിന്നപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി. ഞാൻ എൻ്റെ മുറിയിൽ മാതാവിൻ്റെ ഈശോൻ്റെ രൂപം വെച്ച് ഞാൻ ഒരു പൂജാമുറി തന്നെ ആക്കിയിട്ട്, ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥനയിലും ബൈബിൾ വായിക്കാനും കൊന്ത ചെല്ലാനും എല്ലാത്തിനും നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഇതിപ്പോൾ 8ാമത്തെ പുതുക്കലാണ് എൻ്റെത്. ഉടമ്പടി എടുത്തതാണ്. എനിക്ക് ഇനി അമ്മയുടെ അടുത്തേക്ക് വരാതെ എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ ഇന്ന് ഉടമ്പടി എടുത്ത് പോയാൽ ഞാൻ ഇനി അടുത്ത 3 മാസം ഞാൻ ഇനി ഏതാ ഡേറ്റ് എന്നുള്ളത് ഞാൻ കലണ്ടറിൽ അടയാളം വെച്ചിരിക്കുന്ന ആളാണ്. അങ്ങനത്തെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവ് എനിക്ക് പിന്നെ ഈ കാലിൻ്റെ നീര് ഇത്രയും മാറ്റി തരാഞ്ഞാൽ എനിക്ക് 5.5 മണിക്കൂർ യാത്ര ചെയ്ത് 5.5-6 മണിക്കൂർ യാത്ര ഉണ്ട്. ആ യാത്ര ചെയ്തിട്ട് എന്നെ ആരും കൃപാസനത്തിലേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വിടില്ല. അതുകൊണ്ട് എൻ്റെ ഈ നീര് അമ്മ മാതാവ് തന്നെ മാറ്റി തരണം എന്ന് പറഞ്ഞു. ഡോക്ടറെ അടുത്ത് പോയി, വൈകുന്നേരം പോയി. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും എൻ്റെ നീര് എവിടെ പോയി എന്ന് അറിഞ്ഞൂടാ. പിന്നെ അതിന് ശേഷം എനിക്ക് എൻ്റെ കാലിൽ ഞാൻ ഇരുന്നാൽ പോലും നീര് വരുന്ന ഒരവസ്ഥയില്ല. അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഭയങ്കരമായിട്ട് നീരുണ്ടാവുമായിരുന്നു. പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. കാലിൻ്റെ നീരിന് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എല്ലാവരും പറയും ചൂട് പിടിച്ചു കൊടുക്കുക, പിന്നെ ഓയിൻമെൻറ്റ് തേക്ക്, കാല് നീട്ടി വെച്ചിരിക്കും. ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ മരുന്നിനോട് കൂടുതൽ ഞാൻ അടുക്കുന്നില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പൈൽസിൻ്റെ അസുഖത്തിന് ഞാൻ ഉപ്പും തേനും കഴിക്കുകയും ചെയ്യും. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് എനിക്ക് അസുഖമുള്ളടത്ത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഒരു രക്തം പോവുകയോ അങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ അനാഥാലയത്തിൽ ഭക്ഷണം ഞങ്ങൾ 4-5 പേരുണ്ട്. 5 പേരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഉണ്ടാക്കി കൊടുക്കുന്നതുണ്ട്. പിന്നെ ഈ മെൻ്റലി സുഖമില്ലാത്ത ആൾക്കാർ താമസിക്കുന്നവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും. അവർക്ക് ഭക്ഷണം അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വഴിയോരത്ത് ഞാൻ 10 പൊതി വീതം ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് പൊരി വെയിലത്ത് ഞാൻ കൊണ്ട് നടന്ന് ഞാൻ കൊടുക്കും. റെയിൽവേ സ്റ്റേഷനിലും കൊടുക്കും, റോഡ് അരികിലും കൊടുക്കും. പിന്നെ പത്രം കൊടുക്കാൻ പോകുന്നത് ഒരുപാട് ദൂരം ഞാൻ നടന്ന് എത്രയും പെട്ടെന്ന് തീർത്ത് എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള ആവശ്യമല്ല എൻ്റെ അടുത്ത് ഉണ്ടായത്. ഞാൻ ഒരുപാട് 6 കിലോമീറ്ററോളം നടന്ന് എനിക്ക് തൃപ്തി വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. ആർക്കെങ്കിലും കൊടുത്ത് വേണോ വേണ്ട എന്നുള്ള മട്ടത്തിന് ഞാൻ കൊടുത്ത് പോകുന്നില്ല. എല്ലാവർക്കും അത് അവർ ഉപയോഗിക്കും, ഇതിനെപ്പറ്റി അവർ വിശ്വാസത്തിലാണ് എടുക്കുന്നതെന്നുള്ള ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നോട് ആരും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന എനിക്ക് പിന്നെ പെട്ടെന്നൊരു ദിവസം വയറിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഒരു വേദന വന്നു. ആ വേദന ഞാൻ ശക്തമായിട്ട് ഞാൻ ഒച്ചയിട്ട് കരഞ്ഞുപോയി. ആ വേദന എനിക്ക് ഒരു ദിവസം പകൽ ഫുള്ളുണ്ടായി. ഒരു 5-6 പ്രാവശ്യം അങ്ങനെ കത്തികൊണ്ട് കുത്തുന്നമായിട്ട് ഭയങ്കര ഒരു വേദന. ആ വേദന വന്നപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വേദന ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് നാളെ പോയി കാണിക്കി, ഇവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ നാത്തൂനെ കൂട്ടി പോകാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടിപ്പോയി. അവിടുന്ന് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞ്, സ്റ്റോണുണ്ട്. പിന്നെ ബയോപ്സി ചെയ്യണം, ചെറിയ കുമിളകൾ പോലെ കാണുന്നുണ്ട്, അതും ബയോപ്സി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുന്നും പറഞ്ഞ് സ്റ്റോണിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ബയോപ്സിക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചു. അത് ചെയ്യാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. അന്ന് പോയ സമയത്ത് എനിക്ക് ചെയ്യാൻ അത് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ആ സാധനം ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുമില്ല. ഡോക്ടറെ അടുത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുമില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ടോക്കൺ എടുത്ത്, ഇതുപോലെ ഉച്ചയ്ക്ക് ശേഷം ടോക്കൺ കിട്ടുമെന്ന് പറഞ്ഞു. അതുവരെ ഒരു വെള്ളവും കുടിക്കാതെ ഞാൻ അവിടെ അച്ഛൻ്റെ ടോക്കൺ കിട്ടുന്നത് വരെ ഞാൻ അവിടെ നിന്ന് അച്ഛനെ കണ്ടുപിടുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ തൈലം പൂശി എനിക്ക് തന്നു. അത് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ ഞാൻ
തേച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഇന്നേ വരെ ആ വേദനയോ അതിനെ പറ്റിയിട്ടൊരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മരുന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് 2-3 പ്രാവശ്യം സുഗന്ധാഭിഷേകം ഉണ്ടായി, മുല്ലപ്പൂവിൻ്റെ വാസന ഉണ്ടായി 2 പ്രാവശ്യം. പിന്നെ ഒരു പ്രാവശ്യം എന്ത് സ്മെല്ലാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് കാലിന് നീര് വരുന്നതിന് മുന്നെയാണ് അത് വീടിൻ്റെ അകത്തുണ്ടായത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്മെല്ലോ ഒന്നുള്ള ഒരു സാധനം ഞാൻ റൂം മുഴുവൻ ഞാൻ തിരഞ്ഞു നടക്കുക, എന്തെങ്കിലും ഇതുപോലത്തെ വാസന ഉണ്ടോ? ഇല്ല. എനിക്കൊരു ഏരിയ മാത്രമേ ആ വാസന ഉണ്ടായതുള്ളൂ. അത് ഒരുപാട് സമയം, ഒരു 5 മിനിറ്റിൽ കൂടുതലുണ്ടായി. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റോർ റൂമിലൊക്കെ പോയി ഞാൻ നോക്കി, സോപ്പാണോ ചന്ദനത്തിരിയാണോ അല്ലെങ്കിൽ വേറെ വല്ലതാണ്, ഒന്നുമില്ല. ഡോറും ജനലും ഒക്കെ അടച്ചിട്ട് കിടക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ആ സ്മെല്ലുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് കാലിന് നീര് വന്നതും പിന്നെ അസുഖങ്ങളായതൊക്കെ. അപ്പോഴും ഞാൻ വിശ്വസിച്ചത് എന്താ, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കൊരു ആത്മധൈര്യം തന്നതാണ് ആ സ്മെല്ലിലൂടെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്നും ഞാൻ ഈ ഉടമ്പടിയിൽ നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണം. എനിക്ക് അമ്മയുടെ അടുത്ത് വരാതെ ഇനി എൻ്റെ ഈ മരണം വരെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എത്ര അവശതയായാലും എനിക്കിവിടെ ട്രെയിൻ കയറി വന്ന് ഉടമ്പടി പുതുക്കാനായിട്ടുള്ള അവത് എനിക്ക് തരണേ മാതാവ് എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കടൽത്തീരത്തൂടെ വരുമ്പോൾ ചെരുപ്പ് അയച്ചിട്ട് അച്ഛൻ പറഞ്ഞിരുന്നു. അത് ഞാനിതിൽ എഴുതിയിട്ടില്ല. അപ്പം എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്, പുറ്റി ഭയങ്കര വേദനയാണ്. അപ്പം മോളൊരു ചെരുപ്പ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട്. അത് എപ്പോഴും ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. കിടക്കുകയാണെങ്കിൽ ബെഡിനടുത്ത് ഊരി വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. എണീറ്റ് വരുമ്പോൾ അതിലേക്ക് കാല് വെച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നതും. അങ്ങനെ ഈ ജപമാല റാലി ചെരുപ്പ് ഊരി കയ്യിൽ ബാഗിൽ വെച്ച് കയ്യിൽ പിടിച്ചിട്ട് നടന്നു. അങ്ങനെ ഇത് ബീച്ച് സൈഡ് കഴിഞ്ഞ് ഇങ്ങനെ റോഡിലേക്കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ചെരുപ്പിടാൻ പറ്റിയില്ല, തിരക്ക് കാരണം. അത് ചെരുപ്പിടാൻ കഴിഞ്ഞില്ല എനിക്ക്, തിരക്ക് കാരണം. അവിടുന്ന് മുതൽ ആ ബീച്ച് കഴിഞ്ഞത് മുതൽ ഞാൻ ചെരുപ്പിടാതെ അർത്തുങ്കൽ വരെ ഒരു വെള്ളം പോലും കുടിക്കാതെ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നടന്നു. ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ചെരുപ്പ് ഞാൻ പോകുമ്പോൾ ഞാൻ അഴിച്ചു വെച്ച ആ ഭാഗത്ത് തന്നെ കിടക്കാനകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാഴ്ചയായില്ല, ഞാൻ പല കാരണം കൊണ്ട് എനിക്കത് മറന്നുപോയി ഇടാൻ. അപ്പോൾ ഈ കാലിൻ്റെ വേദനയും എനിക്ക് ഓർമ്മയില്ല. അപ്പോഴും ഞാൻ പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവമേ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ലല്ലോ, ചെരുപ്പ് ഞാൻ പോകുമ്പോൾ ജപമാല റാലിക്ക് പോകുമ്പോൾ ഞാൻ അഴിച്ചു വെച്ച ആ ഭാഗത്ത് തന്നെയല്ല, ഞാൻ ഒരാഴ്ചയായല്ലോ ചെരുപ്പ് ഇട്ടിട്ട്, എൻ്റെ കാലിന് വേദനയില്ലല്ലോ എന്നുള്ള അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതിനുശേഷം എനിക്ക് ആ ചെരുപ്പ് അകത്തിട്ടുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല. അമ്മ പല അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഭക്ഷണം കൊണ്ടു കൊടുക്കും. പിന്നെ പൈസ എല്ലാവരും 4-5 പേരുണ്ട്, അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും, അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കാനും, പിന്നെ ഫ്രൂട്ട്സ് വേനൽക്കാലമാകുമ്പോൾ ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കാനും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നത് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള ശക്തി തരണമേ എന്നുള്ളതാണ്. അമ്മ മാതാവിനും ഈശോയും ഇന്നിവിടെ നിന്ന് എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചത് അമ്മ മാതാവിൻ്റെ കൃപ മാത്രമാണ്. ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മെയ് 17 ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് 1 പ്രാവശ്യം പുതുക്കി. അത് കഴിഞ്ഞ് കോവിഡ് ടൈം ആയതുകൊണ്ട് പിന്നെ 2022 മാർച്ചിലാണ് വന്ന് 2ാമത്തെ ഉടമ്പടി പുതുക്കിയത്. ഇപ്പോൾ ഞാൻ 14ാമത്തെ ഉടമ്പടി പുതുക്കിലാണ് നിൽക്കുന്നത്. 35 വർഷമായ മൈഗ്രെയിൻ തലവേദന ഇയർ ബാലൻസിൻ്റെ ഇവിടെ വന്നിട്ട് മാതാവ് എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്നു. ഇപ്പോൾ 6 വർഷമായി എനിക്ക് തലവേദനയൊന്നും ഇയർ ബാലൻസ് ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. എനിക്കിപ്പം ആത്മീയമായി ഒത്തിരി ഭൗതിക ആവശ്യങ്ങളെക്കാട്ടിൽ കൂടുതൽ ആത്മീയമായിട്ടാണ് എനിക്ക് കൂടുതൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. മകൾക്ക് കുറേ നാളെ വിദേശത്ത് പോകാനുള്ള തടസ്സം ഉണ്ടായിരുന്നു. അതിപ്പോൾ മകളുടെ കയ്യിലോട്ട് കൊടുക്കാം. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഷെറിൻ തമ്പി. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ്. ഞാൻ 2024 വിദേശത്തേക്ക് പോകാനായിട്ട് OET എക്സാം എഴുതാനായി തീരുമാനിച്ചിരുന്നു. അന്ന് എൻ്റെ മമ്മി ഉടമ്പടിയിലായിരുന്നു. ഞാനന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല. മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നീ പോവുക, നിൻ്റെ എക്സാം എല്ലാം നല്ല രീതിയിൽ നടക്കും. പക്ഷേ എനിക്ക് കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ OET എക്സാമാണ്. എനിക്ക് 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ ഞാൻ വളരെയധികം ബിസി ആയിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് പ്രിപ്പറേഷനൊന്നും കാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഞാൻ OET എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ എന്നെ വിളിക്കാൻ വന്ന എൻ്റെ ഭർത്താവ് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ എഴുതിയെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഞാനിതിൽ പാസ്സാകുകയാണെങ്കിൽ അത് കൃപാസന മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമായിരിക്കും എന്ന് ഞാൻ അവിടെ വെച്ച് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അതിനുശേഷം റിസൾട്ട് വരുന്ന ദിവസമായി. പക്ഷേ അന്ന് റിസൾട്ട് വരുമെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു.
ഞാൻ ശരിക്കും UK യിലേക്ക് പോകാനുള്ള പ്ലാനോടെയാണ് നിന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, UK യിലേക്ക് പോകുമ്പം നമുക്ക് 3 മൊഡ്യൂളിന് B സ്കോറും 1 മൊഡ്യൂളിന് C+ മതി. പക്ഷേ റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് മാതാവ് തന്നത് എല്ലാ മൊഡ്യൂളിനും B സ്കോറോട് കൂടിയാണ് എനിക്ക് മാതാവ് എന്നെ പാസ്സാക്കിച്ചത്. അത് എൻ്റെ ലൈഫിലെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ പാതി വഴിയിൽ അത് എനിക്ക് പല കാരണങ്ങളാൽ എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് ഈ സാഹചര്യത്തിലാണ് UK യിൽ നമുക്ക് ഇൻ്റർവ്യൂസ് ഇല്ലാതാവുന്നതും റിക്രൂട്ട്മെൻറ്റ് കുറയുന്നതും, അങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പലയിടത്തും ആപ്ലിക്കേഷൻ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് 2 ഓപ്ഷൻ ചൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞു. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് UK യിൽ നമ്മുടെ സ്വന്തം ചിലവിൽ പോയി OSCE എക്സാം എഴുതാം. രണ്ടാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ മാൾട്ടയ്ക്ക് പോകാം, അതേ ചിലവ് തന്നെയാണ്. അപ്പോൾ എന്ത് വേണമെന്ന് ഞാൻ ആകെ കൺഫ്യൂഷനിലായിരിക്കുന്ന സമയത്ത് ഞാൻ OSCE എക്സാം എഴുതാൻ തീരുമാനിച്ചു. UK യിൽ പോയി സ്വന്തമായി ചിലവെടുത്ത് OSCE എക്സാം എഴുതാൻ തീരുമാനിച്ചു. OSCE എക്സാം എന്ന് പറഞ്ഞാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാനുള്ള ഒരു എക്സാമിനേഷനാണ്. അത് എക്സാം ഞാൻ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ UK യിലെ അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് അവർ OSCE എക്സാം ഞാൻ എഴുതാൻ റെഡിയാണെന്ന് പറഞ്ഞു. അവരുടെ കോച്ചിങ് എടുക്കാനും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരിയിൽ 2 ദിവസത്തെ കോച്ചിങ്ങിനായിട്ട് ഞാൻ കൊച്ചിയിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവരുടെ കോച്ചിങ്ങൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനേഴ്സ്, അതായത് ടീച്ചേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ നടത്താറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് ടീച്ചിങ്ങിനോട് താല്പര്യമുള്ള ഒരാളുമായിരുന്നു. അപ്പോൾ അവരന്ന് പറഞ്ഞു, ഇല്ല ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല, ഞങ്ങൾ നേരത്തെ എടുക്കുന്നുണ്ടായിരുന്നു എന്നവർ പറഞ്ഞു. ശരി, ഞാനത് അവിടെ കൊണ്ട് വിട്ടു. ഏപ്രിൽ 2-ാം തീയതി ഞാൻ എൻ്റെ വിസിറ്റിംഗ് വിസയിലാണ് പോയി OSCE എഴുതാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി ഞാൻ വിസയ്ക്കായിട്ട് വെച്ചു. എൻ്റെ ബയോമെട്രിക് കഴിഞ്ഞു. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് മുമ്പേ പോയ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ചേച്ചി OSCE എക്സാം എഴുതിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ നമുക്ക് ജോലി കിട്ടാൻ വളരെ പാടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ എന്ത് ചെയ്യണം? കാരണം OSCE എക്സാം എഴുതിയിട്ടും നമുക്ക് ജോലി കിട്ടുന്നില്ല, ഞാൻ ഓൾറെഡി പൈസ പേ ചെയ്തു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ആരോ വന്ന് പറയുകയാണ്, നീ ഉടമ്പടി എടുക്ക്, എല്ലാം ശരിയാകും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, മമ്മി എനിക്ക് ഉടമ്പടി എടുക്കണം. അപ്പം ഞാനും മമ്മിയും പിറ്റേ ദിവസം വന്നിവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞു, അമ്മേ ഈ പോകുന്ന OSCE എക്സാം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിൽ ഈ വെച്ചിരിക്കുന്ന വിസിറ്റിംഗ് വിസ നീ എനിക്ക് റിജക്റ്റ് ആക്കി തരണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഈ പടി കടന്നില്ല, അതിന് മുമ്പ് എനിക്ക് കോള് വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 16-ാം തീയതി 2025-നാണ്. അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് കോള് വരികയാണ്, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്. പക്ഷേ പാസ്പോർട്ടിൽ എന്താണെന്നറിയില്ല, പാസ്പോർട്ട് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ വിസ സക്സസ് ആണോ അതോ റിജക്റ്റ് ആണോ എന്നുള്ള കാര്യം. ഞാൻ 18-ാം തീയതി ഏപ്രിൽ 18-ാം തീയതി കൊറിയർ ഓഫീസിൽ ചെന്ന് എൻ്റെ പാസ്പോർട്ട് കളക്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് വിസ അടിച്ചാണ് വന്നിരിക്കുന്നത്. 6 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ ആണ് എനിക്ക് അടിച്ചാണ് വന്നിരിക്കുന്നത്. വിസിറ്റിംഗ് വിസയിൽ ഞാൻ ജൂൺ 2-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങിച്ചിട്ടാണ് പോയത് എക്സാം എഴുതാനായിട്ട്. ജൂൺ 2-ാം തീയതി ഞാൻ ഇവിടെ നിന്നും UK യിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, അമ്മേ ജൂലൈ 2-ാം തീയതിക്ക് മുമ്പായിട്ട് എനിക്കൊരു ജോലി നീ റെഡിയാക്കി തരണം. 6 മാസത്തെ വിസിറ്റിംഗ് വിസയാണ്. അവിടെ പോയി 1 മാസത്തോളം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എൻ്റെ കസിൻസിനൂടെ താമസിക്കും. പക്ഷേ എത്ര നാൾ അവരോടൊപ്പം താമസിക്കേണ്ടി വരും? എനിക്ക് ജൂലൈ 2-ന് മുമ്പ് എനിക്ക് നീ കറക്റ്റ് 1 മാസത്തിന് ശേഷം ജൂലൈ 2-ന് മുമ്പ് എനിക്ക് നീ ഒരു ജോലി എങ്ങനെയും റെഡിയാക്കി തരണം. ഞാൻ അമ്മയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ OSCE എക്സാം ജൂൺ 9-നായിരുന്നു. ജൂൺ 8-ാം തീയതി ഞങ്ങളുടെ നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രൊസീജിയറിൽ ഏറ്റവും ടഫായിട്ടുള്ള 2 പ്രൊസീജിയറുണ്ട്. ഞാനത് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഈ പ്രൊസീജിയർ 2 എനിക്ക് വരരുത്, ഇത് വന്നാൽ ഞാൻ പാസ്സാവില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ജൂൺ 9-ാം തീയതി അമ്മ മാതാവിനോട് ഞാൻ എന്ത് വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചോ അതേ 2 പ്രൊസീജിയറാണ് അമ്മ എനിക്ക് തന്നത്. എന്നിട്ട് ജൂൺ 11-ാം തീയതി ഞാനൊന്നും ഒത്തിരി വിഷമിച്ചു, ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, പ്രൊസീജിയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ അല്ലാതെ മറ്റാർക്കും എന്നെ ഇതിൽ പാസ്സാക്കിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ജൂൺ 11-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ OSCE ഫസ്റ്റ് അറ്റംപ്റ്റോടെയാണ് ഞാൻ ക്ലിയർ ആയത്.
അതുപോലെ തന്നെയായിരുന്നു OET ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റോടെയാണ് ക്ലിയർ, OSCE ഫസ്റ്റ് അറ്റംപ്റ്റോടെ ക്ലിയർ. അന്ന് മാതാവ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയാണ് അത്രയും ടഫായിട്ടുള്ള, ഞാൻ വരരുതെന്ന് ആഗ്രഹിച്ച, ഞാൻ അമ്മയോട് പറഞ്ഞു അത് വന്നാൽ ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞ ആ പ്രൊസീജിയർ അമ്മ തന്നെ എനിക്ക് തന്നതെന്ന് ഞാൻ അന്ന് വിശ്വസിച്ചു. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ജൂലൈ 2 മുമ്പ് എനിക്ക് ജോലി തരണമെന്ന്. ജൂൺ 24 ഈ പറഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ അപ്രോച്ച് ചെയ്ത ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരോട് ഞാൻ അന്ന് ചോദിച്ചതാണ്, ജോലി എന്തെങ്കിലും ടീച്ചിങ് വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ജൂൺ 24 എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ജോയിൻ ചെയ്യുന്നോ? ഞങ്ങൾ നിനക്ക് ബാൻഡ് 5 ഈക്വലൻ്റ് ആയിട്ടുള്ള സാലറിയോടുകൂടി നിനക്ക് ഞാൻ ജോലി തരാം, ഞങ്ങൾ ജോലി തരാം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞു. ജൂലൈ 2 ഞാൻ തിരിച്ച് UK ഇന്ത്യയിൽ വന്നു. ജൂലൈ 2 എന്നുള്ള ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ജോലി തരണമെന്ന്. ജൂലൈ 2 ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി. വിസയ്ക്കായിട്ട് വെച്ചു. ജൂലൈ 10 ആയിരുന്നു എൻ്റെ വിസ ഡേറ്റ്. ബയോമെട്രിക് കഴിഞ്ഞതിന് ശേഷം ജൂലൈ 16 അതായത് എൻ്റെ ഉടമ്പടി തീരുന്ന ആ ദിവസം എനിക്ക് മെയിൽ വരികയാണ്, നിൻ്റെ വിസ റിജക്റ്റായി, നിൻ്റെ സ്കിൽഡ് വർക്കർ വിസ റിജക്റ്റായി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആകെ വിഷമിച്ചു. എനിക്ക് മാത്രമല്ല, ഞങ്ങളോടൊപ്പമുള്ള 5 കുട്ടികളിൽ 4 പേർക്കും വിസ റിജക്റ്റായി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. ഞങ്ങളാകെ വിഷമിച്ചു, എന്ത് ചെയ്യും? കാരണം ഒന്നാമത് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്, അതിൻ്റെ കൂടെ ഇനിയും അവർ സ്പോൺസർഷിപ്പ് തരണമെങ്കിൽ സ്പോൺസറിന് കുറേ പൈസ ചിലവാണ്. അവർ സ്പോൺസർഷിപ്പ് എടുക്കുമോ എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാകെ വിഷമിച്ചു. ജൂലൈ 17 ഞാൻ വീണ്ടും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി മാതാവിനോട് ശക്തമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ മാതാവേ, ആ സ്പോൺസർ ഞങ്ങളോട് കനിവുണ്ടാകണമേ, ഞങ്ങളുടെ വിസ അവർ വീണ്ടും വയ്ക്കാൻ അവർ റെഡിയാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ കരുണ കൊണ്ട് അവർ വീണ്ടും ഞങ്ങളുടെ വിസ വെച്ചു. വീണ്ടും വിസ വെച്ചപ്പോൾ ആകെ ഒരു പ്രശ്നം എനിക്ക് വീണ്ടും വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ 5 പേരിൽ ഞാനാണ് ഏറ്റവും അവസാനം പോയി OSCE എക്സാം എഴുതിയത്. അതായത് ജൂൺ എക്സാം എഴുതി. എനിക്ക് മുമ്പുള്ള ആൾക്കാരൊക്കെ എക്സാം എഴുതി പിൻ നമ്പർ, രജിസ്റ്റേർഡ് നഴ്സിൻ്റെ പിൻ നമ്പർ റിസീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എനിക്ക് മാത്രമുള്ളൂ കിട്ടാതിരുന്നത്. എനിക്ക് പിൻ നമ്പർ കിട്ടണമെങ്കിൽ മഹാരാഷ്ട്ര നഴ്സിംഗ് കൗൺസിലിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് UK നഴ്സിംഗ് കൗൺസിലിലേക്ക് പോകണമായിരുന്നു. ഞാനത് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി. കാരണം ഞാൻ മഹാരാഷ്ട്രയിലാണ് നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. റിക്വസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി, കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് 1 മാസത്തിൽ കൂടുതൽ എത്തിയെങ്കിലും അത് തക്ക സമയത്ത് തന്നെ മാതാവ് അത് അവരുടെ കൈകളിലെത്തിച്ചു. ഈ വന്ന ഓഗസ്റ്റ് 18 ഞാൻ എൻ്റെ വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്തു. ബയോമെട്രിക് കഴിഞ്ഞ് ഞാൻ വിസയ്ക്കായി കാത്തിരിക്കുകയാണ്. കാരണം അതിന് മുമ്പുള്ള ഒരാഴ്ച എൻ്റെ ഈ പറഞ്ഞ ബാക്കി 3 സുഹൃത്തുക്കൾക്കും അവരുടെ വിസ വന്നു, എല്ലാം റെഡിയായി. 18 ഞാൻ ബയോമെട്രിക് കഴിച്ച് 4 ദിവസത്തിന് ശേഷം എനിക്ക് വീണ്ടും മെയിൽ വരികയാണ്, നീ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ പോകാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട്. ബാക്കി എല്ലാവർക്കും വന്നു, 4 പേർക്കും വന്നു, എനിക്ക് മാത്രം വിസ വീണ്ടും റിജക്ഷനാണ്. നീ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ പോകാൻ എലിജിബിൾ അല്ല, നീ നിൻ്റെ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യുക 10 ദിവസത്തിനുള്ളിൽ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ, നീയായിട്ട് എനിക്ക് തന്ന ജോലിയാണിത്, ഇത് പിന്നെയും ഇങ്ങനെ റിജക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല, എൻ്റെ ജോലിയിൽ എന്താണ് തടസ്സമെങ്കിലും നീ എനിക്കത് മാറ്റിത്തരണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ സ്പോൺസറിനെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവരന്ന് തന്നെ ഒരു മെയിൽ UK ഇമിഗ്രേഷനിലേക്ക് അവരയക്കുകയും ചെയ്തു. പക്ഷേ അതിനുള്ളൊരു റെസ്പോണ്ട് ഒരാഴ്ച ഞങ്ങൾ കാത്തിരുന്നിട്ട് അതിനുള്ള റെസ്പോണ്ട് വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഈ സെപ്റ്റംബർ 10 എൻ്റെ സ്പോൺസർ എന്നോട് പറയുകയാണ്, ഷെറിൻ, ഞങ്ങൾ നിൻ്റെ വിസ വീണ്ടും വെക്കാൻ ട്രൈ ചെയ്യുകയാണ്. പക്ഷേ അവർ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ പോകാൻ അവർ നിന്നെ അനുവദിച്ചില്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിൽ ഞങ്ങൾക്ക് വിസ വെക്കേണ്ടി വരും. പക്ഷേ അതിനുള്ള എക്സ്പെൻസ് നീ എടുക്കേണ്ടി വരും. അത് ഏകദേശം 4 ലക്ഷത്തോളം രൂപയാകും. ഞാൻ ഓൾറെഡി സ്വന്തം എക്സ്പെൻസിലാണ് OSCE എക്സാം എഴുതാൻ പോയത്. പക്ഷേ ഇനിയും ഒരു 4 ലക്ഷം കൂടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നോർത്ത് ഞാൻ ഏറെ വിഷമിച്ചു. ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, അവർ ആ മെയിലിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് റിപ്ലൈ തരണേ. ഞാൻ അമ്മയോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് എൻ്റെ വിസ റിജക്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് പറയാനുള്ള കാരണമെങ്കിലും എനിക്കൊന്ന് അറിയാൻ സാധിക്കണം എന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു. ഞാൻ രാത്രിയിൽ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. വെളുപ്പിനെ 5 മണിക്ക് എണ്ണീറ്റ് അമ്മയോട് സെയിം കാര്യം തന്നെ വീണ്ടും ഞാൻ ചോദിച്ചു, അമ്മേ, അവരൊരു റിപ്ലൈ ഇതുവരെ ആയിട്ടും തന്നിട്ടില്ല, എന്നോടൊന്ന് കരുണ കാണിക്കണം, എന്തുകൊണ്ടാണ് അവരെൻ്റെ വിസ റിജക്റ്റ് ആക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ നീ ഒരു മെയിലെങ്കിലും അവരതിനൊരു റിപ്ലൈ എങ്കിലും അയക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 10 രാത്രിയിലും
സെപ്റ്റംബർ 11-ാം തീയതി വെളുപ്പിനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 7:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പം എൻ്റെ റിജക്റ്റ് ആയിപ്പോയ വിസ സക്സസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് മെയിൽ വന്നിരിക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല. അവിടെ അങ്ങനെ നടക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. റിജക്റ്റായ വിസ അവർ വീണ്ടും എടുത്ത് പരിശോധിച്ച് എനിക്കത് സക്സസ് ആക്കിയാണ് തന്നിരിക്കുന്നത്. ഈ സെപ്റ്റംബർ 11-ാം തീയതി, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് അമ്മയുടെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇത് അമ്മ മാതാവിൻ്റെ അത്ഭുതം മാത്രമാണ്, അല്ലാതെ ഒരു മനുഷ്യനാൽ സാധ്യമായ ഒരു കാര്യമല്ലിത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിസ വെച്ച സമയത്ത് തന്നെ അവർ ഓൾറെഡി സെപ്റ്റംബർ 14-ാം തീയതിക്ക് ഞങ്ങൾക്ക് 5 പേർക്കും പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടിരുന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ ഈ വിസ റിജക്ഷനും വിസ വിഡ്രോവൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല ഷെറിൻ, നിനക്ക് 14-ാം തീയതി തന്നെ കയറി പോകാം അവരോടൊപ്പം. ഞാൻ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് എൻ്റെ സക്സസ് ആയ വിസയും എൻ്റെ ടിക്കറ്റും കൊണ്ടാണ്. ഞാൻ നാളെ വെളുപ്പിനെ 7:50 ഫ്ലൈറ്റിന് ഇവിടുന്ന് UK പോവുകയാണ്, സ്കിൽഡ് വർക്കർ വിസയായിട്ട് വിത്ത് 3 ഇയർ സ്പോൺസർഷിപ്പ്. എനിക്കിതിൽ അമ്മയുടെ അത്ഭുതമല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അമ്മയല്ലാതെ മറ്റാരും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ അമ്മയോട് പറയുന്ന ഒരു കാര്യം, അമ്മേ, മറ്റൊരു ദേശത്തേക്കാണ് ഞാൻ പോകുന്നത്, എനിക്ക് അവിടെ എന്താണോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. നീ എൻ്റെ കൂടെ എവിടാണെങ്കിലും നീ വരണം, എന്നോടൊപ്പം ഉണ്ടാകണം. അമ്മ എന്നെ ഏൽപ്പിച്ച ജോലി അത് കൃത്യമായിട്ട് പാലിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണം. അത് മാത്രമേ എനിക്കിപ്പോൾ അമ്മയോട് പറയാൻ പറ്റുള്ളൂ. കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആളുകളെ പൈസയും കൊണ്ട് ഞാൻ സഹായിക്കാറുണ്ട്. ഞാനും എൻ്റെ മമ്മിയും പല ആൾക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. എല്ലാ മാസവും വന്ന് ഞങ്ങൾ ഇവിടെ ആൾക്കാർക്ക് വിതരണം ചെയ്യാറുണ്ട്. വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മ മാതാവേ, ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിക്കണം. അവർക്ക് ഈ പത്രവും കൊണ്ട് നിന്നെ അറിയാൻ സാധിക്കണം, അവരിവിടെ വരണം, അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇതുകൊണ്ട് സാധിക്കണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുന്നത്. ഞാൻ പിന്നെ OIT ശരിക്കും പറഞ്ഞാൽ OIT ഫസ്റ്റ് അറ്റംപ്റ്റോടെ പാസ്സായതിനു ശേഷമാണ് ശരിക്കും OIT എന്താണ് തന്നെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അതിനുശേഷം ടെമ്പററി ആയിട്ട് എനിക്കൊരു പാർട്ട് ടൈമായിട്ട് OIT കോച്ചിങ് സെൻറ്ററിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയെങ്കിലും പല സ്റ്റുഡൻസിനെ ഞാൻ ഫ്രീ ആയിട്ട് OIT പഠിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതിനൊക്കെ അവസരം തന്ന അമ്മ മാതാവിനോടും തിരുക്കുമാരോടും ഇന്ന് നിമിഷം ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഉടമ്പടി എടുത്തിട്ടുള്ള മാറ്റം ജീവിതത്തിൽ ഞാൻ വളരെ ഷോർട്ട് ടെമ്പേർഡായിരുന്നു. ആക്ച്വലി എന്ത് കിട്ടിയാലും ആദ്യം പെട്ടെന്ന് ദേഷ്യപ്പെടും, എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് ആരെയും പരിഗണിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ക്ഷമ എന്താണെന്നും വിശ്വാസം എന്താണെന്നും ദൈവത്തോടുള്ള വിശ്വാസം എന്താണെന്നും പ്രാർത്ഥന എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയത് ഉടമ്പടിക്ക് ശേഷമാണ്. ക്രിസ്ത്യാനിയായിട്ട് 35 വർഷം ജീവിച്ചിട്ടും ശരിക്കും ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ശരിക്കും ജൂലൈ മുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യുക ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ ഓരോ തവണ അത് നടക്കാതെ വരുമ്പോഴും ഞാൻ അമ്മയോട് പറയും, അമ്മേ, നീ എനിക്ക് ഇന്നും സാക്ഷ്യം പറയാനുള്ള അവസരം തന്നില്ല. പക്ഷേ ഈ അവസാന നിമിഷം അമ്മ എനിക്ക് ഇങ്ങനെ അത്ഭുതത്തോടെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആളുകളോട് പറഞ്ഞു, ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വിസ വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റണം, ഇതെനിക്ക് അമ്മ തന്ന വിസയാണ്, അമ്മ തന്ന ജോലിയിലാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത്. വെറും 5 മാസത്തിനുള്ളിലാണ് അമ്മ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എനിക്കൊരു വഴി അമ്മ എനിക്കൊരുക്കി